എന്ത് ഫ്രെയിമല്ലേ? അതിനത് പ്രേമല്ലല്ലോ, ഫോട്ടോ അല്ലേ? ചങ്ങലക്കിടാനുള്ളവനൊക്കെ പിടിച്ച് അഴിച്ചുവിട്ടിരിക്കുന്നു. ആരുടെ ഇവനൊക്കെ? ഇതിനുള്ള ഉത്തരം ഞാൻ നിനക്ക് തരാട്ടോ. തുടർന്ന് എഴുന്നേക്കാൻ പറ്റാതായി പോയി. പേടിച്ചിട്ടേ കാണണോ നിനക്ക്? എടാ, എന്ത് കോപ്പിലെ കളിയാ നോക്കിയേ. സച്ചിൻ ഇട്ടാറ ക്രിക്കറ്റ് അവസാനിച്ചു, ഇവനൊന്നും അറിഞ്ഞില്ലെന്നു. അതെ, ക്രിക്കറ്റ് ഇന്ത്യയിൽ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം സച്ചിൻ തന്നെയാ. എന്നിട്ട് ആ സച്ചിൻ പ്രായമായതുകൊണ്ട് കളി നിർത്തിയെന്ന് വെച്ചിട്ട് എല്ലാവരും കളിക്കുന്നതും കാണുന്നതും നിർത്തണമെന്ന് വെച്ചാൽ സൂപ്പർ ലോജിക്. അങ്ങനെ ഇപ്പൊ നമ്മൾ മാത്രം പണിയെടുത്തിട്ട് അവന്മാരിരുന്ന് തിന്നണ്ട. വേണ്ട. അതെ അതെ, ചെവി കേൾക്കുന്നില്ലേ? ഞാൻ ടി വി ഓഫ് ചെയ്യണം. എന്താ ലക്ഷ്മി പ്രശ്നം? പ്രശ്നം നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് തന്നെ. ഞങ്ങള് 3 പേരാണോ അതോ ഇവന്റെ? അല്ല, 3 പേരുടെ തന്നെ. 3 പേരുന്ന് എണീറ്റ്. അയ്യോ, എഴുന്നേക്കാൻ പറ്റില്ല. സാം മാർക്ക് ചെയ്ത് തന്ന പൊസിഷൻസ് ആണ്. എഴുന്നേറ്റ് അപ്പൊ വിക്കറ്റ് പോകും. അവി, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നിനക്ക് എപ്പോ ക്രിക്കറ്റിൽ ഇത്ര ഇൻട്രസ്റ്റ് വന്നേ? ചുമ്മാ പൊട്ടം കളിക്കില്ല. ഞങ്ങൾക്ക് കിച്ചണിൽ കുറച്ച് ഹെൽപ്പ് ആണ്. ഇങ്ങ് വന്നേ. അതെ ചേട്ടന്മാരെ, ആരെങ്കിലും ഒരാൾ പോയിട്ട് പച്ചക്കറീസ് വാങ്ങിച്ചിട്ട് വരും. പിന്നെ കിച്ചണിലേക്ക് ഒരാളുടെ ആവശ്യമുണ്ട്. 2 പേര് ആവശ്യമുണ്ടല്ലേ? അവി, നീ കിച്ചണിൽ പോയി മീനൂട്ടിനും ലക്ഷ്മണെ സഹായിക്കും. സാം, ഓടിപ്പോയി പച്ചക്കറി വാങ്ങിച്ചിടാ. അയ്യടാ, നീ അങ്ങനെ സൂചിക്കണ്ട. മീനു, ഞങ്ങൾ 2 കൂടി പോയിട്ട് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വരാം. എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റത്തില്ല. ഓക്കെ, ചുമക്കാനൊരു കഴിവുള്ളവൻ്റെ ആവശ്യമുണ്ടല്ലോ. സോ ഷോപ്പിങ്ങിൻ്റെ കാര്യം ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഓക്കെ ഓക്കെ, ബാ. പോയിട്ടൊന്ന് ഇറങ്ങിയിട്ട് വരാം. സാം ചേട്ടാ, മോനെ നറുക്ക് വീണിരിക്കണ്. നമുക്ക് പോവാം. എണീക്ക്, എണീറ്റോ. നടക്ക് നടക്ക്. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. നീ സംഭവട്ടോ, സംഭവം കയ്യില്. ബാക്കി കാണിച്ചിട്ടാ. എന്താ സാമേ ഈ കുന്തം വിഴുങ്ങിയ പോലെ നിക്കണേ? ഒന്നുമില്ല. ഗ്രൗണ്ടിൽ പാണ്ഡ്യ മാസാണ്. പാണ്ഡ്യ എത്ര റൺസായിരുന്നു? ഹാഫ് സെഞ്ചുറി കാറായി. ഹാഫ് സെഞ്ചുറി, ഫുൾ സെഞ്ചുറി, ഉള്ളിയൊന്നും അരിഞ്ഞേ. എനിക്ക് കിച്ചൺ ടൂൾസ് അലർജി ആയിരിക്കുമല്ലേ? അതല്ല, എനിക്കിതൊന്നും വലിയ പരിചയമില്ല. അത് സാരില്ല, ഞാൻ പറഞ്ഞുതരാം. ദേ, ഇതാണ് കത്തി. കത്തി, സേ ഹൈ ടു സാം. ഹായ് സാം, ഹായ് പറ. ഹായ്. ഇതാണ് കട്ടിംഗ് ബോർഡ്. കട്ടി, ഹായ് പറ. ഹായ് പറ. പിന്നെ മതി, ഞാൻ വഴിയെ പരിചയപ്പെട്ടോളാം. അത്രയും സമയം കളയണ്ട. ഇത് അരിയണമല്ലേ? യെസ്. മാറ്, ഞാൻ കാണിച്ചുതരാം. ഫ്രഷർ അല്ലേ? വാച്ച് ആൻഡ് ലേൺ. മനസ്സിലായോ? കണ്ടിന്യൂ. അതെ, ഈ കപിൽ ദേവിന് ശേഷം കൺസിസ്റ്റന്റ് ഫാസ്റ്റ് ബോളർ കം ബാറ്റ്സ്മാനായ ഓൾറൗണ്ടറിനെ ഇന്ത്യക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാവും അല്ലേ? കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ മതി. ഈ പത്താന കാക്കറിനെ പോലെ ചില പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഓൾറൗണ്ടർ ഇപ്പൊ ആദ്യമായിട്ടാ. പിന്നെ ജഡേജ നൈസാ. ജഡേജ സ്പിന്നർ ഓൾറൗണ്ടർ അല്ലേ? ഞാനതല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഇന്ത്യൻ ടീമിന് കുറെ നാളായിട്ട് ഒരു ഫാസ്റ്റ് ബോളർ ഓൾറൗണ്ടറിനെ മിസ് ചെയ്തിട്ടിരിക്കുക അല്ലേ? അല്ല, ലക്കി ക്രിക്കറ്റ് ഫോളോ ചെയ്യാറുണ്ട്? ഇവളുടെ ക്രിക്കറ്റ് ഭ്രാന്ത് കാരണം ഓഫീസിൽ അടി വരെ നടന്നിട്ടുണ്ട്. ആരായിരുന്നു ആ ഭയങ്കര ഫേമസ് ഉഗ്രൻ പ്ലെയർ? അനുഷ്ക ശർമ്മയുടെ ഹസ്ബൻഡ് വിരാട് കോഹ്ലി. അയാളെന്നെ. അയാളെ പറ്റി പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസിലൊരു മനോജ് ഉണ്ട്, ഒരു യൂസ്ലെസ് ഗൈ. അയാളും ഇവളും കൂടെ അയാളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞ് എൻ്റെ അമ്മോ ഒന്നും പറയണ്ട. അതെ, നമ്മുടെ ഇന്ത്യയുടെ വിമൻ ക്രിക്കറ്റ് ടീമില്ലേ, അവർക്ക് ഇത്തിരി കൂടി ഹൈപ്പ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് പോയാനല്ലേ? ഇപ്പൊ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ. യെസ്, മിത്താലി സൂപ്പർ അല്ലേ? എനിക്കിഷ്ടം സ്മൃതിയാ. പ്ലേയിങ് അത് ലുക്കാ രണ്ടും കൊച്ചു കള്ളാ. മനസ്സിലായി. എത്ര നേരായി ഒരു ഉള്ളിയും വെച്ചോണ്ടിരിക്കണു?
നീ കാരണം അവനൊരു പണി എടുക്കാത്ത. ആക്ച്വലി ഇവൻ അവിടെ പോയിരുന്ന് ക്രിക്കറ്റ് കാണുകയായിരുന്നല്ല. അറ്റ്ലീസ്റ്റ് നീ എങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തേനെ. നീ പോയി കുറച്ച് മാവ് കളിക്കേ. ഓക്കെ മാം. ആ ചില്ലിട്ട് തെരഞ്ഞ. ഇതാണോ മാവ്? ആ അതന്നെ മാവ് കലക്ക്. പാത്രം എവിടെ? വേരിക്കണു. ഇത് മുറിയണല്ലോ. മുറിയില്ല. അതിനോട് പറഞ്ഞാ മതി. ചിരിച്ചു കാണിക്ക്. ഈ അത് അരിഞ്ഞേരും.